എടാ മോനെ സുഖല്ലേ? ഹായ് ഗായ്സ്, ദിസ് ഈസ് മീ യുവർ ഡോക്ടർ ആക്ടർ വ്ളോഗർ. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഈ KSRTC ബസ്സിൽ കയറിയിട്ട് ഇത് എങ്ങോട്ടാണ് പോകുന്നത്? നല്ല കാറ്റൊക്കെ കൊണ്ട് പഴയ നെസ്റ്റൊക്കെ അടിച്ചിട്ട് മെട്രോ സ്റ്റേഷൻ. നമ്മൾ ഇനി മെട്രോയിൽ കയറിയിട്ട് എങ്ങോട്ടാണ് പോകുന്നത്? ദേ കാണുന്ന റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഞാൻ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറിയേക്കണം. നല്ല തിരക്കുണ്ടായിരുന്നു, കണ്ടാൽ മനസ്സിലാവും. നല്ല ആവിയിലിട്ട് പുഴുങ്ങി കിടക്കാൻ പോലെ. ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ എങ്ങോട്ടാണ് പോകുന്നതല്ലേ, വെയിറ്റ് പറയാം. ദേ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് തിരൂരാണ്. തിരൂർ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ വന്നത്. നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ പെങ്ങളുടെ കല്യാണമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കൂട്ടത്തിൽ കൂടെ നമ്മുടെ ഒരു റീയൂണിയൻ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ കോളേജ് ഫ്രണ്ട്സാണ്. അപ്പോൾ ഞാൻ അവിടെ തിരൂർ ആകെ പുഴുങ്ങിയ അവസ്ഥ വന്ന് നിന്ന് അവിടെ നിന്നൊരു ബസ്സും പിടിച്ച് നേരെ അവൻ്റെ വീട്ടിലേക്ക്, പിള്ളേരത് സെറ്റ് ചെയ്തേക്കണം, വീട്ടിലേക്ക് പോയേക്കണം. ആദ്യം തന്നെ നമ്മുടെ ചങ്ക് കൂട്ടുകാരൻ മലപ്പുറത്തിൻ്റെ ഓമനമുത്ത് അർജുൻ്റെ വീട്ടിലാണ് വന്നത്. അർജുനെ കണ്ടു. അവൻ ഒത്തിരി തിരക്കായിരുന്നു. അവൻ എന്നെ കംഫർട്ടാക്കി. ആൾ വന്ന് പരിപാടിയൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് ഞങ്ങൾ നേരെ അവൻ്റെ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങിയത് വേറൊരുത്തനെ, നമ്മുടെ ഒരു തൃശ്ശൂർ ഗഡീനെ പൊക്കാൻ വേണ്ടി പോവാണ്. ഓനവിടെ എവിടേക്കോ വന്നിറങ്ങിയിട്ട് എന്തൊക്കെയോ ഡയറക്ഷനും സിഗ്നൽസൊക്കെ തരുന്നുണ്ട്. ഞാൻ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവസാനം എങ്ങനെയൊക്കെയോ പകനെ കണ്ടുപിടിച്ച് ഞാൻ നോക്കുമ്പോൾ ഒരു ചെറിയ സ്പ്രിൻ്റ് കുപ്പിയൊക്കെ പിടിച്ച് ഞാനത് ചെറുതാണ്ട് ഒഴിച്ചുകൊണ്ട് വന്നേക്കായിരുന്നു. അതൊന്നും അല്ലായിരുന്നു, എവിടെന്നോ ഒരു സ്പ്രിൻ്റ് കുപ്പിയൊക്കെ മേടിച്ച് അതും കുടിച്ച് സൈഡിൽ ഇങ്ങനെ വായും പിടിച്ച് നിൽക്കുകയായിരുന്നു. അങ്ങനെ ചെക്കനെ കിട്ടി. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് പൊരിഞ്ഞ പോരാട്ടമാണ്. നമ്മൾ നേരെ തന്നെ വേറെ രണ്ടുപേരെ കൂടെ മീറ്റ് ചെയ്യാം. നമ്മുടെ സ്വന്തം കൂട്ടുകാരാണ്, നമ്മുടെ അനിരുദ്ധും ഹൈദറും. രണ്ടുപേരെയും പിക്ക് ചെയ്തതൊന്നും കാണാൻ പറ്റില്ല. അത് ഇത്തിരി സങ്കടഭരിതമായിട്ട് കുറച്ച് കഷ്ടപ്പെട്ടാണ് അവരെ പൊക്കിയെടുത്തത്. അപ്പോൾ അന്നേരം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ നിതീഷിൻ്റെ പെങ്ങളുടെ കല്യാണമായിരുന്നു. അപ്പോൾ നിതീഷ് നമുക്ക് വേണ്ടിയിട്ട് റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പിള്ളേരെല്ലാവരും വന്ന് റൂമൊക്കെ നോക്കി. നല്ല നല്ല ഹൈ ക്ലാസ് റൂമാണ് ചെക്കൻ നമുക്ക് വേണ്ടി സെറ്റ് ചെയ്തത്. അപ്പോഴാണ് പാലക്കാട് നിന്നും നമ്മുടെ വേറൊരു ഡോക്ടർ വന്നത്, റോഹൻ. ഈ ദുരന്തേശിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്ന അവസാനം ദുരന്തേശിനെ കിട്ടി. കൂടെ നമ്മുടെ അനന്തും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പിള്ളേരെല്ലാവരും കൂടി വീണ്ടും റൂമിലേക്ക് തിരിച്ചു വന്നു. എല്ലാവരും വളരെ ഹാപ്പിയാണ്, കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷം എല്ലാവരും കൂടെ ഒന്ന് കണ്ടുമുട്ടിയ സമയമാണ് എല്ലാവരും. പക്ഷേ ഒരാൾക്കും യാതൊരുവിധ മാറ്റവും ഇല്ല. എങ്ങനെയാണോ അന്നേരത്തെ ബുദ്ധി ഇരുന്നത് വെച്ചാൽ അതേ ബുദ്ധിയും ബോധം തന്നെയാണ് ഇപ്പോഴും ഉണ്ടായിരുന്നത്. അപ്പോൾ രാത്രിയത്തെ കലാപരിപാടിയൊന്നും നിങ്ങളത് കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നേരെ ഞങ്ങളത് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റെഡിയായി സെറ്റ് ചെയ്ത് അപ്പോഴാണ് നമ്മൾ രാത്രിയാണ് വീട്ടിലേക്ക് വന്ന് കയറിയത് താമസിച്ച്. സോ എങ്ങനെയുണ്ട് രാവിലത്തെ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് കാണാൻ വേണ്ടി ഞങ്ങളത് സെറ്റായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ പിള്ളേരെല്ലാവരും ഒരുങ്ങി കെട്ടി നല്ല സുന്ദര കുട്ടപ്പന്മാരാവാണ്. നമ്മളെല്ലാവരും റെഡിയായി പയ്യതെ ഓഡിറ്റോറിയത്തിലെത്തി. നല്ല അടിപൊളി ഓഡിറ്റോറിയം ആയിരുന്നു കേട്ടോ, ഒന്നും പറയാനല്ല. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഉള്ളിലെ അറേഞ്ച്മെൻറ്റ്സ് ആണ് നിങ്ങൾ കാണുന്നത്, അതും നല്ല അടിപൊളിയായിരുന്നു. പിള്ളേരെല്ലാവരും ഒരുങ്ങി സെറ്റായി മുടിയൊക്കെ ചീവി. ഇവൻ്റെ കല്യാണമാണിത്. ഇനി അതല്ല നമ്മൾ ഓഡിറ്റോറിയം കാണാം കേട്ടോ. അടിപൊളിയായിരുന്നു ഓഡിറ്റോറിയം. നല്ല എന്താ പറയുക, നല്ല സ്പേസ് ഉള്ളൊരു ഓഡിറ്റോറിയം ആയിരുന്നു. നമ്മൾ ചെന്ന് കയറിയപ്പോൾ ഡ്രിങ്ക്സൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കുടിച്ചു. ഇനിയിപ്പം നമ്മളിങ്ങനെ മുന്നോട്ടേക്ക് നേരെ എവിടെയെങ്കിലും ഒരു നല്ലൊരു സീറ്റ് കണ്ടുപിടിച്ച് അവിടെ പോയിരിക്കുക, കുറേ പട്ടിഷോ ഫോട്ടോസൊക്കെ എടുക്കുക. ഇതൊക്കെ തന്നെയായിരുന്നു, വേറെ പണിയൊന്നുമില്ല. കുറേ നേരം മൊബൈൽ പൊക്കി പിടിക്കുക, അത് നോക്കി ചിരിക്കുക, ഫോട്ടോ എടുക്കുക. ഇതായിരുന്നു നമ്മുടെ സ്ഥിരമായിട്ട പരിപാടി. അപ്പം നമുക്കിനി പെണ്ണിൻ്റെ ചെക്കൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പയ്യെ അവിടെ ഇങ്ങനെ പ്രാഞ്ചി നിന്ന് തട്ടിയും മുട്ടിയൊക്കെ അവിടെയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്ത് പറയണം, എന്ത് ചെയ്യണമെന്നറിയില്ല. ക്യാമറ പൊങ്ങുമ്പോൾ ഓരോ പോസാണ് ഒരുത്തന്മാർ കൊടുക്കുന്നത്. വേറെ വഴിയില്ല. ഇത് ഞാൻ യൂട്യൂബിൽ ഇടുമെന്ന് അമ്മമാരത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായ മാന്യത അവന്മാർ കാണിക്കുന്നതാണ്, അല്ലെങ്കിൽ ഇത്ര മാന്യന്മാരൊന്നുമല്ല. നമ്മളവിടെ ഫോട്ടോ എടുപ്പൊക്കെ ഭയങ്കര തിരക്കാതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റില്ല, ശരിക്കും നിങ്ങളെ കാണിക്കാൻ പറ്റില്ല വീഡിയോ. ബട്ട് ഞാൻ ഈ ഫുഡ് കഴിക്കുന്നത് എന്തായാലും നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു, കാരണം നല്ല അടിപൊളി എന്താ പറയുക, ഒരുപാട് കറികളൊക്കെ കൂട്ടിയൊരു സദ്യയായിരുന്നു. അങ്ങനെ സദ്യയൊക്കെ കഴിഞ്ഞ് മുണ്ടും മടക്കി കുത്തി മടുത്തെൻ്റെ പൊന്നേ എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇനി ഞങ്ങൾ തിരിച്ച് പോകുന്ന രംഗമാണ്, കാരണം പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ നാളെ ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഓരോരുത്തർക്കും പോകണം. അപ്പോൾ എല്ലാവരും ബൈ ബൈ പറഞ്ഞ് പിരിയുന്ന രംഗങ്ങളാണ് കാണുന്നത്. അപ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് ഓരോ സ്ഥലങ്ങളൊക്കെ കാണിച്ചത് ടാറ്റയൊക്കെ തന്നെ നമ്മളത് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ നമ്മുടെ എവിടെ നിന്ന് പൊക്കിയെടുത്തു അവിടെ തന്നെ അവൻ കൊണ്ടാക്കി. അങ്ങനെ നമ്മുടെ എന്താ പറയുക, നല്ലൊരു ദിവസം എന്ന് വെച്ചാൽ ഒരുപാട് ഓർമ്മകളൊക്കെ തിരിച്ചെടുത്ത് നമ്മുടെ പഴയ ഒരു കോളേജ് ലൈഫിലേക്ക് കൊണ്ടുപോയ ദിവസങ്ങൾ അങ്ങനെ കെട്ടിപ്പിടിച്ച് സങ്കടത്തോടുകൂടി വിഷമത്തോടുകൂടി ദുരുദ്ദേശിനോട് ടാറ്റ പറഞ്ഞ് ബാക്കി എല്ലാവരും അപ്പോൾ പിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവരവരുടെ വീടുകളിലേക്ക്. അപ്പം എന്നാൽ ലാസ്റ്റ് ഞങ്ങളെ കൊണ്ടുവിടാൻ വേണ്ടിയാണ് ഇവന്മാർ വന്നത്. അങ്ങനെ ടാറ്റ പറഞ്ഞ് ഇനി അടുത്ത മീറ്റിങ്ങിൽ കാണാം. ടാറ്റ ബൈ ബൈ. നിങ്ങളോടും ടാറ്റ.